എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു ചക്കപ്പൊരി റെസിപ്പി ആയിട്ടാണ്. നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ചക്ക വെച്ചിട്ട് ചെയ്യുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ പഴുത്ത ചക്കയുടെ ഒക്കെ സീസണാണ്, അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ചക്കപ്പൊരിക്ക് വേണ്ടിയിട്ട് ചക്ക എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പഴുത്ത ചക്കയാണ്, എന്നാൽ ഒരുപാടങ്ങ് പഴുത്ത് പോയിട്ടില്ല, കുറച്ച് കട്ടിയിലുള്ള ചുളയാണ്. അപ്പോൾ കുരു കളഞ്ഞതിന് ശേഷം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് ഗോതമ്പ് പൊടി അല്ലാന്നുണ്ടെങ്കിൽ മൈദ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ടേസ്റ്റ് ബാലൻസ് ആകാനായിട്ടൊരു 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ഒരു ബാറ്ററിലേക്ക് കുറച്ചൊരു മധുരത്തിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തു. ഇനി നല്ലൊരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ട് നമ്മളൊരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, വറുത്ത അരിപ്പൊടിയാണ്, ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന ആ ഒരു അരിപ്പൊടിയാണ്, 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു. ഇനി കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി അല്ലാന്നുണ്ടെങ്കിൽ യെല്ലോ ഫുഡ് കളർ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക. ബാറ്റർ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് അങ്ങ് ലൂസായി പോയാൽ മാവ് ചക്കയിൽ പിടിക്കില്ല. അതുകൊണ്ട് കുറച്ചൊരു കട്ടിയിൽ വേണം നമ്മളെപ്പോഴും പഴംപൊരി അല്ലാതെങ്കിൽ ഇതൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാക്കാനായിട്ട്. ഒട്ടും കട്ടകളില്ലാതെ നന്നായിട്ടൊരു വിസ്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഏറ്റവും അവസാനം 1 നുള്ള് ബേക്കിംഗ് സോഡ ആണ് ചേർക്കുന്നത്. ഇത് ഓപ്ഷണലാണ്, വേണമെന്നുള്ളവർ മാത്രം ചേർത്താൽ മതി. ബേക്കിംഗ് സോഡയും കട്ടകളില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിനി ഇതിലേക്ക് ചക്കയുടെ ആ ഒരു ചുള മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നിങ്ങൾക്ക് ഏതെണ്ണ വേണമെങ്കിലും എടുക്കാം, വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ എടുക്കാവുന്നതാണ്. എണ്ണ നന്നായിട്ട് ചൂടായി വന്നാൽ നമുക്ക് ചക്ക ചുള ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൈ ആണിത്. പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. പെട്ടെന്ന് തന്നെ റെഡിയാകും. തീ ഒരുപാട് കൂട്ടി വെക്കണം, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ആ ഒരു ബാറ്ററൊക്കെ നന്നായിട്ടൊന്ന് ക്രിസ്പി ആവുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അരിപ്പൊടിയൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ക്രിസ്പിനെസ് ഇതിൻ്റെ ആ ഒരു പുറം ഭാഗത്തിന് കിട്ടുന്നതാണ്. ഇപ്പോൾ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ വൈകുന്നേരം സ്നാക്കായിട്ട് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. ഒരുപാട് ഫ്രൈഡ് ഐറ്റംസ് എപ്പോഴും കഴിക്കേണ്ട, വല്ലപ്പോഴൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്